അപ്പം നമ്മൾ മീൻ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല അടിപൊളി കരിമീനാണ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ അടിപൊളി കരിമീൻ ഫ്രൈ ആണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പി ശ്യാമച്ചൻ്റെ ആണ് കേട്ടോ. അപ്പം മാനസത അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് സെറ്റാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കപ്പ റെഡിയാക്കാനായിട്ട് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കണം ആദ്യം തന്നെ. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിലും അതേപോലെ തന്നെ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മസാല വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവേ. ഇടയ്ക്ക് ആവശ്യത്തിന് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ മസാല നമ്മുടെ മീനിലേക്ക് തേച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് വരയിട്ട് കൊടുക്കാം. അപ്പോൾ വരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല ഇതേപോലെ ഒന്ന് മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ഒരു മസാല. ഭയങ്കര ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാത്തിലും ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച് എടുക്കാവേ. കപ്പയൊന്ന് റെഡിയാക്കി എടുക്കാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ റെഡിയായി. ഇനി നമുക്ക് മീൻ വറുത്ത് വെക്കാനുള്ള ഗാർണിഷിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഓയിലൊന്ന് നന്നായി ചൂടായി വരണം കേട്ടോ.
ഇങ്ങനെ കറിവേപ്പിലയുടെ മണ്ടയിൽ മീൻ ഇങ്ങനെ വെച്ച് കൊടുക്കും, നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും കേട്ടോ നമ്മുടെ മീന്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത മീനുകൾ അലങ്കരിച്ച പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ഭംഗിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കരിമീന്, ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പർ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കരിമീൻ ഫ്രൈയും കപ്പയൊക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ആഗ്രഹം തോന്നി കരിമീൻ ഫ്രൈ കഴിക്കണമെന്ന്, അപ്പം ഉണ്ടാക്കി കഴിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങളും ഇതേപോലെ കരിമീൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.